പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പെൺകുട്ടി പരാതി നൽകും എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ആരും നാറി നാണം കെടുന്ന തെളിവുകൾ അത്രയും പുറത്തു വന്നിട്ടും പരാതി എവിടെ, പരാതിക്കാരി എവിടെ എന്നായിരുന്നു രാഹുൽ ഫാൻസിൻ്റെ കോറസ് ചോദ്യം. ഇരയാക്കപ്പെട്ട പെൺകുട്ടി പരാതി നൽകിയാൽ അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾക്ക് പിന്നീട് താമസമുണ്ടാവില്ല. പെൺകുട്ടി പരാതി നൽകിയാൽ ഇതുവരെ പുറത്തു വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ രാഹുൽ അകത്തു പോകുമെന്നതും ഉറപ്പാണ്. ഇതുവരെ പുറത്തു വന്ന വിവരങ്ങൾക്ക് പുറമെ ഇന്നും പുറത്തു വന്നു ഒരു ശബ്ദരേഖയും ചാറ്റും. രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുലിനാൽ ഗർഭിണിയാകേണ്ടി വന്ന പെൺകുട്ടിയും തമ്മിലുള്ള സംഭാഷണവും ചാറ്റുമാണ് പുറത്തു വന്നത്. അതിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയോട് ചെയ്തത് കൊടും ക്രൂരതയാണ്. തന്നെ വിശ്വസിച്ചതിൻ്റെ പേരിൽ ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന നിരാലംബയായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയോട് കുറഞ്ഞ പക്ഷം മാനുഷികതയോടെ പെരുമാറാൻ പോലും രാഹുൽ തയ്യാറാവുന്നില്ല. തന്നോട് പ്രതികരണം തേടാതെ വാർത്ത നൽകിയ മാധ്യമധർമ്മം ചോദ്യം ചെയ്യുകയായിരുന്നു ഇതിനോടുള്ള രാഹുലിൻ്റെ പ്രതികരണം. പക്ഷേ അപ്പോഴും അത് തൻ്റെ ശബ്ദമല്ല എന്ന് പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. ഇതുവരെ പുറത്തു വന്ന ശബ്ദരേഖകളിലെ ശബ്ദമൊന്നും തൻ്റേതല്ലെന്ന് കൃത്രിമമായി ആരെങ്കിലും ഇനി ചമച്ചതാണെന്നോ പോലും രാഹുൽ പറഞ്ഞിട്ടുമില്ല. രാഹുലിനെതിരെ സമൂഹത്തിനാകെ അപമാനകരമായ ആരോപണങ്ങൾ വന്നതിന് പിന്നാലെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് മാതൃകയാണെന്ന് അവകാശപ്പെട്ടതാണ്. എന്നാൽ ദിവസങ്ങൾ നീങ്ങിയതോടെ രാഹുൽ പൊതുപരിപാടികളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. കഴിഞ്ഞ ദിവസം പാലക്കാട് കണ്ണാടിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങിലും രാഹുൽ പങ്കെടുത്തു. സസ്പെൻഷനിലാണെങ്കിലും കോൺഗ്രസിൽ രാഹുൽ ഫാൻസിന് കുറവില്ല. രാഹുലിനെ കോൺഗ്രസ് ഇനിയും ചുമക്കണോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. പ്രേക്ഷകരിലേക്ക് കടക്കും മുമ്പ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ തിരുവനന്തപുരം റിപ്പോർട്ടർ വി അരുൺ കൂടി ചെയ്യുന്നുണ്ട്. അരുൺ, ഇത്രകാലവും രാഹുൽ ഫാൻസും ഒക്കെ ചോദിച്ചിരുന്നത് പരാതി എവിടെ, പരാതിക്കാരി എവിടെ എന്നുള്ളതായിരുന്നു. ഇപ്പോൾ പരാതിക്കാരി പരാതി നൽകാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? പരാതിക്കാരി വൈകാതെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കാണുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ പരാതിക്കാരിയുടെ ഒപ്പമുള്ളവർ ഇതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് പരാതി നൽകും. അതിനൊപ്പം തന്നെ KPC നേതൃത്വത്തെയും പ്രതിപക്ഷ നേതാവിനെയും നേരിട്ട് കണ്ട പരാതി നൽകാനും പെൺകുട്ടി തയ്യാറെടുക്കുന്നതായാണ് സൂചനകൾ. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എവിടെയാണ് പരാതി എന്ന ചോദ്യമാണ് ഇത്രയും നാൾ രാഹുലും ഒപ്പമുള്ള അദ്ദേഹത്തിന്റെ അനുയായി വൃന്ദവും കോൺഗ്രസ് സൈബർ സംഘവും ഒക്കെ ചോദിച്ചിരുന്നത്. ഏതായാലും പരാതി നൽകാൻ പെൺകുട്ടി തയ്യാറെടുക്കുന്നു. അന്വേഷണ സംഘത്തെ ഇത്ര ദിവസം കുഴക്കിയതും ഇത് തന്നെയാണ്. പരാതി നൽകാൻ ആരുമില്ല. ഒരു പരാതി ഇല്ലാതെ എങ്ങനെ കേസുമായി മുന്നോട്ട് പോകുമെന്ന ചോദ്യമായിരുന്നു അന്വേഷണ സംഘത്തിൽ തടസ്സമായതും. ഇപ്പോൾ പെൺകുട്ടി പരാതി നൽകാൻ തയ്യാറെടുക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ വിവരം. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ തുടർ നടപടികളിലേക്ക് കടക്കാനും അന്വേഷണ സംഘത്തിന് എളുപ്പമാകും. ഒരു ഇരയുടെ പരാതി ഉണ്ടെങ്കിൽ കാര്യങ്ങൾ തെളിവുകളടക്കം രാഹുലിനെതിരെ നേരത്തെ പുറത്തുവന്ന തെളിവുകൾ തന്നെ മതിയായ തെളിവുകളാണ് ഈ കേസിൽ രാഹുലിനെ പ്രതി ചേർക്കാൻ. പക്ഷേ അങ്ങനെ ഉള്ള തെളിവുകൾക്കപ്പുറത്തേക്ക് പരാതി നൽകാൻ ആരും തയ്യാറാകാത്തതായിരുന്നു ഇതുവരെയുള്ള തടസ്സം. പക്ഷേ ആ തടസ്സം മാറുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അധികം വൈകാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പെൺകുട്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനും പരാതി നൽകുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. അരുൺ, സ്വാഭാവികമായും ഈ കേസിൽ അന്വേഷണം കുറച്ചു കാലമായി നടക്കുകയാണ്. അന്വേഷണ സംഘം പലതരത്തിലുള്ള തെളിവുകളും ഒക്കെ ശേഖരിച്ചിട്ടുണ്ട്. അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ തടസ്സം പരാതിയില്ല എന്നുള്ളത് മാത്രമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി പിന്നീട് പരാതി ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അറസ്റ്റിലേക്കൊക്കെ നീങ്ങാൻ പിന്നീട് താമസമുണ്ടാവില്ലല്ലോ. തീർച്ചയായിട്ടും പരാതി ലഭിച്ചാൽ തുടർ നടപടികളിലേക്ക് കടക്കുക അന്വേഷണങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. ഇത്രയും നാൾ അവർ കാത്തിരുന്നത് ഒരു പരാതിയാണ്. രാഹുലിനെതിരെയായി ആരോപണങ്ങൾ വെറും ആരോപണങ്ങളല്ല, അതിലെല്ലാം വസ്തുതയാണെന്ന് അന്വേഷണ സംഘത്തിനും പൊതുസമൂഹത്തിനും ബോധ്യപ്പെട്ടതാണ്. പക്ഷേ അവിടെ ഒരു പരാതി ഉണ്ടായിരുന്നില്ല. രാഹുലിനെതിരെ പരാതി നൽകാൻ ഇരകളിൽ ആരും മുന്നോട്ട് വന്നിരുന്നില്ല. അവിടെയാണ് ഇപ്പോൾ ഒരു രാഹുലിനെതിരെ പരാതി നൽകാൻ തയ്യാറായി മുന്നോട്ട് വരുന്ന സൂചനകൾ വരുന്നത്. തീർച്ചയായിട്ടും അത് അന്വേഷണ സംഘത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ചാൽ സ്വാഭാവികമായും അത് താഴേക്ക് കൈമാറും. സംസ്ഥാന പോലീസ് മേധാവിയും അതുവഴി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിലേക്കും വളരെ വേഗം പരാതികൾ ലഭിക്കും. അങ്ങനെയെങ്കിൽ രാഹുലിനെ ചോദ്യം ചെയ്ത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക
അന്വേഷണ സംഘത്തിന് കുറെ കൂടി എളുപ്പമാകും. കോൺഗ്രസ് നേതൃത്വത്തിനും ഇതുവരെയുള്ള പ്രതിരോധം മതിയാകില്ല. രാഹുൽ പാർട്ടിക്ക് പുറത്താണ് രാഹുലിനെ ഔദ്യോഗികമായി ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നതെന്ന് പറയുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ വേദികളിൽ പതിയെ പതിയെ സജീവമാകുന്നു, നിയമസഭയിലെത്തുന്നു, മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അതിനപ്പുറത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി, യുഡിഎഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണ രംഗത്തും സജീവമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതെങ്ങനെ എന്ന ചോദ്യത്തിന് അത് വ്യക്തിപരമായ നിലപാടെന്നാണ് കോൺഗ്രസ് നേതൃത്വം ഇതുവരെ വിശദീകരിച്ചത്. പക്ഷേ ഇനി അതും കഴിയാതെ വരും. പരാതിയുമായ രംഗത്ത് വന്നാൽ അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തുറന്ന നടപടികളിലേക്ക്, നിയമ നടപടിയിലേക്ക് കടന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോൾ ഉള്ള പ്രതിരോധം മാത്രം മതിയാകില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചു നിർത്താൻ. ശരി, തിരുവനന്തപുരത്ത് നിന്നും വി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക് പൊതുവേദിയിലേക്ക് തന്നെ മടങ്ങേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പ്രേക്ഷകർ ഉണ്ട്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതുവരെയും തീർത്ത പ്രതിരോധങ്ങളൊന്നും പോരാതെ വരും. ഇതുവരെയും പരാതിയില്ല എന്നുള്ളതായിരുന്നു ആവർത്തിച്ചുള്ള മറുപടി. പക്ഷേ പരാതിക്കാരി ഉടൻ തന്നെ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും മുമ്പുമൊക്കെ പരാതി നൽകാൻ ഈ പെൺകുട്ടി തയ്യാറായ ഘട്ടത്തിലൊക്കെ പലതരത്തിൽ ആ പെൺകുട്ടിയെ പിന്തിരിപ്പിക്കുകയായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. പെൺകുട്ടി അതിനെ സംബന്ധിച്ച വിവരങ്ങളൊക്കെ പുറത്തു പറയുമ്പോഴും ഔദ്യോഗികമായി ഒരു പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല. പരിഹാരമുണ്ടാവും എന്നൊക്കെ ചിലപ്പോൾ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവണം. എന്തായാലും പരാതി നൽകിയാൽ പിന്നീട് അറസ്റ്റ് അടക്കമുള്ള നീക്കങ്ങളിലേക്ക് പോകാൻ താമസമുണ്ടാവില്ല. കാരണം ഇതിനു മുമ്പ് തന്നെ എല്ലാ വിവരങ്ങളും പോലീസ് അന്വേഷണത്തിൽ അവർക്ക് ആവശ്യമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. പരാതിയില്ല എന്നുള്ളതായിരുന്നു പ്രധാന വിഷയം.